ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു മൈ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? ആൽക്കഹോളുകളുടെ റിയാക്ഷനുകളെ കുറിച്ചാണ്. ഇന്ന് നമുക്ക് ആൽക്കഹോളുകളുടെ ഓക്സിഡേഷനെ കുറിച്ച് പഠിക്കാം. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഓക്സിഡൈസിംഗ് ഏജന്റുകളാണ് ആൽക്കലൈൻ ഓർ അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അൺഹൈഡ്രസ് CrO3 എക്സെട്ര. അപ്പൊ ആൽക്കഹോളുകളുടെ ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആൽക്കഹോളുകളിലെ CH ബോണ്ടും OH ബോണ്ടും ബ്രേക്ക് ചെയ്യുന്നു. ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് ഏതൊക്കെ ബോണ്ടുകളാണ് ബ്രേക്ക് ചെയ്യുന്നത്? CH ബോണ്ടും OH ബോണ്ടും. ഒരു CH ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നു, OH ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നു. അതായത് എന്തായിരിക്കും? ഡൈഹൈഡ്രജൻ ആയിരിക്കും അതിൽ നിന്നും നഷ്ടമാകുന്നത്. ഹൈഡ്രജൻ മോളിക്യൂൾ H2 ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ റിയാക്ഷനെ നമ്മള് ഡീഹൈഡ്രജനേഷൻ എന്ന് വിളിക്കുന്നു. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഡീഹൈഡ്രജനേഷൻ എന്ന് വിളിക്കാൻ കാരണം? റിമൂവൽ ഓഫ് ഡൈഹൈഡ്രജൻ. അപ്പൊ ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു ഹൈഡ്രജൻ പോയി കഴിയുമ്പോൾ ഈ കാർബണിന് ഒരു വാലൻസി ഫ്രീ ആകും. OH ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഹൈഡ്രജൻ പോകുമ്പോൾ ഓയ്ക്ക് ഒരു വാലൻസി ഫ്രീ ആകും. അപ്പൊ കാർബണിനും ഓക്സിജനും ഓരോ വാലൻസീസ് ഫ്രീ ആകുന്നു. അപ്പൊ എന്തുണ്ടാകുന്നു? C ഡബിൾ ബോണ്ട് O ഫോം ചെയ്യുന്നു. അപ്പൊ ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്തുണ്ടാകും? CO കാർബണൈൽ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു. കാർബണൈൽ കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണ്? ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്സ് എക്സെട്ര. അപ്പൊ ആൽക്കഹോളുകൾ എന്തൊക്കെയാകാം? ആൽഡിഹൈഡ് ആകാം, കീറ്റോൺ ആകാം, കാർബോക്സിലിക് ആസിഡ് ആകാം. ഇല്ലേ? ഓക്സിഡേഷൻ സമയത്ത് CO ഗ്രൂപ്പായിട്ട് മാറുന്നു. ഇനി നമ്മുടെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കഹോളുകൾ ഡിഫറെന്റ് വേസിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓക്സിഡേഷൻ റിയാക്ഷൻ നമുക്ക് പ്രൈമറിയെയും സെക്കൻഡറിയെയും ടെറിഷറിയെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ലൂക്കാസ് ടെസ്റ്റ് പഠിച്ചു. അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾസ്. അപ്പൊ നമുക്ക് പ്രൈമറി ആൽക്കഹോളുകൾ എങ്ങനെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത് എന്ന് നോക്കാം. പ്രൈമറി ആൽക്കഹോളുകൾ ഓക്സിഡേഷൻ നടന്ന് ആദ്യം ആൽഡിഹൈഡായിട്ട് മാറുന്നു. ഈ ആൽഡിഹൈഡിൽ ഈ ആൽക്കഹോളിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അത്രയും കാർബൺ ആറ്റം തന്നെ ഉള്ള ആൽഡിഹൈഡ് ആയിരിക്കും. ഈ ആൽഡിഹൈഡ് വീണ്ടും ഓക്സിഡേഷൻ നടന്ന് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുന്നു. അപ്പം പ്രൈമറി ആൽക്കഹോൾ എന്തായി മാറുന്നു? ആൽഡിഹൈഡ് ആകുന്നു. ആൽഡിഹൈഡ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ആൽഡിഹൈഡിൽ വെച്ച് നിർത്തണം. നമുക്ക് ആൽഡിഹൈഡിനെ മതി. നമുക്ക് ഇവിടെ അൺഹൈഡ്രസ് CrO3 ഉപയോഗിക്കാം. അൺഹൈഡ്രസ് CrO3 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എവിടെ വെച്ച് നമുക്ക് റിയാക്ഷൻ തീരും? ആൽഡിഹൈഡിൽ വെച്ച് തീരും. പിന്നെ അത് ഫർദർ ഓക്സിഡേഷൻ നടക്കുന്നില്ല. ഇനി നമുക്ക് ആൽക്കഹോളിനെ ഡയറക്റ്റ് കാർബോക്സിലിക് ആസിഡ് ആക്കണം. ഡയറക്റ്റ്. അപ്പൊ നമുക്ക് എന്തുപയോഗിക്കാം? ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റിനെ ഉപയോഗിക്കാം. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് എക്സാമ്പിൾ ആണ് അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പൊ സ്ട്രോങ് ആവുമ്പോ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് അത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഒരു പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആയിട്ട് മാറ്റിയെടുക്കാം. പക്ഷെ അതിന്റെ ഈൽഡ് കൂടുതലായിരിക്കണം. കൂടുതൽ അളവിൽ നമുക്ക് ഒരു ആൽഡിഹൈഡിനെ നമുക്ക് കിട്ടണം. പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റണം. എങ്കിൽ നമുക്ക് ഒരു റിയേജന്റിനെ ഉപയോഗിക്കാം. പിരിഡിനിയം ക്ലോറോ ക്രോമേറ്റ്. പിരിഡിനിയം ക്ലോറോ ക്രോമേറ്റ്, PCC എന്ന് പറയുന്നു. അപ്പൊ PCCയുടെ പ്രത്യേകത എന്താണ്? ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്നു. അത് മാത്രമല്ല അവിടെയുള്ള ഈൽഡ് കൂടുതലും ആയിരിക്കും. കൂടുതൽ അളവിൽ നമുക്ക് എന്ത് കിട്ടും? ആൽഡിഹൈഡ് കിട്ടുകയും ചെയ്യുന്നു. അതേപോലെ ഞാൻ ഇവിടെ ഒരു അൺസാച്ചുറേറ്റഡ് ആൽക്കഹോൾ ആണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ പ്രോഡക്റ്റിൽ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ട്. ആ അൺസാച്ചുറേഷൻ അവിടെ റീറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. അതായത് ഈ PCC ഡബിൾ ബോണ്ടിനെ അഫക്റ്റ് ചെയ്യുന്നതേ ഇല്ല. അതും അതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം
പ്രൈമറി ആൽക്കഹോള് എന്തൊക്കെയാകുന്നു? ആൽഡിഹൈഡ് ആകുന്നു, കാർബോക്സിലിക് ആസിഡായി മാറുന്നു. നമുക്ക് ആൽഡിഹൈഡിൽ വെച്ച് വേണമെങ്കിൽ നിർത്താം, അതിനനുസരിച്ചുള്ള റിയേജന്റ് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് കാർബോക്സിലിക് ആസിഡിലേക്ക് പോകുകയും ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡറി ആൽക്കഹോളുകൾ എങ്ങനെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത് എന്ന് നോക്കാം. സെക്കൻഡറി ആൽക്കഹോളുകൾ കീറ്റോണുകളായിട്ട് മാറുന്നു. ഏതാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് അറിയാമോ? ക്രോമിക് അൺഹൈഡ്രേറ്റ്. ക്രോമിക് അൺഹൈഡ്രേറ്റിന്റെ പ്രസൻസിൽ ആൽക്കഹോളുകൾ എന്തായി മാറുന്നു? കീറ്റോണുകളായിട്ട് മാറുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളെടുത്ത ആൽക്കഹോളിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അത്രയും കാർബൺ ആറ്റമുള്ള കീറ്റോൺ ആയിരിക്കും ലഭിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡറി ആൽക്കഹോൾ എന്താണ് തരുന്നത്? ഓക്സിഡേഷൻ വഴി കീറ്റോണുകളാണ് തരുന്നത്. ഇനി നമുക്ക് ടെറിഷറി ആൽക്കഹോളിനെ കുറിച്ച് ചിന്തിക്കാം. ടെറിഷറി ആൽക്കഹോളുകൾ സാധാരണ കണ്ടീഷനിൽ ഓക്സിഡേഷൻ നടത്താറില്ല. വെരി സ്ട്രോങ് കണ്ടീഷൻസ്, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്, അതേപോലെ ഹൈ ടെമ്പറേച്ചറിലൊക്കെ ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് മിക്സ്ചർ ഓഫ് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും കിട്ടുന്നത്. മിക്സ്ചർ ഓഫ് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും കിട്ടുന്നത്. ഈ കിട്ടുന്ന കാർബോക്സിലിക് ആസിഡുകളുടെ കാർബൺ ആറ്റം എന്ന് പറയുന്നത് നമ്മളെടുത്ത ആൽക്കഹോളിലെ കാർബൺ ആറ്റത്തിനേക്കാളും കുറവായിരിക്കും. അങ്ങനെയുള്ള കാർബോക്സിലിക് ആസിഡുകളുടെ ഒരു മിക്സ്ചറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? പ്രൈമറി, സെക്കൻഡറിയും ടെറിഷറി ആൽക്കഹോളുകളുടെ ഓക്സിഡേഷൻ പ്രോഡക്റ്റുകൾ ഡിഫറന്റ് ആണ് എന്ന് മനസ്സിലായി. Then, when the vapors of a primary alcohol is passed over heated copper at 573 Kelvin, we get an aldehyde. നമുക്ക് എന്ത് കിട്ടുന്നു? ആൽഡിഹൈഡ് കിട്ടുന്നു. അതായത് ഇവിടെ ഡീഹൈഡ്രജനേഷൻ ആണ് നടക്കുന്നത്. എന്തായിരുന്നു ഡീഹൈഡ്രജനേഷൻ? ഓക്സിഡേഷൻ സമയത്ത് H2 മോളിക്യൂള് റിമൂവ് ചെയ്യുന്നു, ഇല്ലേ? അതായത് ആൽക്കഹോളിൽ CH ബോണ്ടും OH ബോണ്ടും ബ്രേക്ക് ചെയ്യുന്നു, H2 പോകുന്നു, വാലൻസി ഫ്രീ ഇവിടെ കാർബണിൽ, ഈ ഓക്സിജനും വാലൻസി ഫ്രീ ആയി. അപ്പൊ അവിടെ എന്തുണ്ടാകുന്നു? C ഡബിൾ ബോണ്ട് O ഉണ്ടാകുന്നു. അതായത് RCHO, ഒരു ആൽഡിഹൈഡ് ഉണ്ടാകുന്നു. മനസ്സിലായോ? CH ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, OH ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, അങ്ങനെ C ഡബിൾ ബോണ്ട് ഉണ്ടാകുന്നു, ഒരു ആൽഡിഹൈഡ് ഉണ്ടാകുന്നു. നമ്മൾ ഇതേ കണ്ടീഷനിൽ തന്നെ ഒരു സെക്കൻഡറി ആൽക്കഹോൾ വെച്ചു. സെക്കൻഡറി ആൽക്കഹോൾ വെക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു കീറ്റോൺ ആണ്. എങ്ങനെയാണ് കീറ്റോൺ കിട്ടുന്നത്? RCH OH R dash. ഏതൊക്കെ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്? CH ബോണ്ടും OH ബോണ്ടും. H2 റിമൂവ് ചെയ്യുന്നു, C ഡബിൾ ബോണ്ട് O ഉണ്ടാകുന്നു. അപ്പൊ അവിടെ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഒരു കീറ്റോൺ ആണ് കിട്ടുന്നത്. അപ്പം പ്രൈമറി ആൽക്കഹോളും സെക്കൻഡറി ആൽക്കഹോളും ഇതേ കണ്ടീഷനിൽ വെക്കുമ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? ഡീഹൈഡ്രജനേഷൻ നടക്കുന്നു. എങ്കിൽ ഒരു ടെറിഷറി ആൽക്കഹോളോ? ടെറിഷറി ആൽക്കഹോൾ ഇതേ കണ്ടീഷനിൽ വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഡീഹൈഡ്രജനേഷൻ അല്ല, ഡീഹൈഡ്രേഷൻ ആണ് നടക്കുന്നത്. ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ മീൻസ് റിമൂവൽ ഓഫ് വാട്ടർ മോളിക്യൂൾ ആണ്. അതായത് OHഉം ഇവിടെ നിന്നൊരു ഹൈഡ്രജനും കൂടി ചേർന്ന് വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു വാലൻസി ഫ്രീ ആയി, ഈ കാർബണിന് ഒരു വാലൻസി ഫ്രീ ആയി. അപ്പൊ എന്തുണ്ടാവും? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാകും. നമുക്ക് എഴുതി നോക്കാം ആ പ്രോഡക്റ്റിനെ. CH3 CH3 ഡബിൾ ബോണ്ട് C. ഇനി ഇവിടെ എന്തേ ഉള്ളൂ? ഒരു ഹൈഡ്രജൻ പോയി, CH2 അല്ലേ? അതായത് ഇവിടെ നിന്ന് OH പോയി, ഒരു വാലൻസി ഫ്രീ ആയി, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി, ഈ കാർബൺ ഒരു വാലൻസി ഫ്രീ ആയി. അപ്പൊ ഇവിടെ എന്തുണ്ടാകും? C ഡബിൾ ബോണ്ട് C. അതായത് ഒരു ആൽക്കീൻ ആണ് ലഭിക്കുന്നത്. അതായത് when the vapors of a primary alcohol is passed over heated copper at 573 Kelvin, we get an aldehyde, but a secondary alcohol under the same condition gives a ketone. In both cases dehydrogenation takes place. രണ്ട് കേസിലും ഹൈഡ്രജൻ മോളിക്യൂൾ ആണ് റിമൂവ് ചെയ്യുന്നത്. But when the vapors of a tertiary alcohol passed over copper at 573
Kelvin, we get an alkene. That is what happened here? Dehydration. Removal of water takes place. Clear? ഇനി നമുക്ക് ഫിനോളുകളുടെ റിയാക്ഷൻസിനെ കുറിച്ച് പഠിക്കാം. റിയാക്ഷൻസ് ഓഫ് ഫിനോൾ. ഫസ്റ്റ് റിയാക്ഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമുക്ക് ഫിനോളിൽ ഏതൊക്കെ പൊസിഷനിലാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഫിനോളിന്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് കൺസിഡർ ചെയ്യാം. ഈ റെസൊണൻസ് സ്ട്രക്ചേഴ്സിൽ ഏതൊക്കെ പൊസിഷനിലാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ? ഒന്ന് നോക്കിയേ, ഏതൊക്കെ പൊസിഷനിലാണ് മൈനസ് ചാർജ്? ഓർത്തോ പൊസിഷനിൽ. ഇവിടെയോ പാരാ പൊസിഷനിൽ. ഇവിടെയും ഓർത്തോ പൊസിഷനിൽ. ഇല്ലേ? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ. അതിന്റെ അർത്ഥം എന്താണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ആണ്. ക്ലിയർ അല്ലേ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് ഒരു എക്സാമ്പിൾ ആണ് നൈട്രേഷൻ. നൈട്രേഷൻ ഓഫ് ഫിനോൾ. When phenol is treated with dilute HNO3, dilute nitric acid at 298 Kelvin, we get a mixture of orthonitrophenol and paranitrophenol. ഇല്ലേ? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താണ്? ഓർത്തോ നൈട്രോഫിനോളിന്റെയും പാരാനൈട്രോഫിനോളിന്റെയും ഒരു മിക്സ്ചർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? സ്റ്റീം ഡിസ്റ്റിലേഷൻ മെത്തേഡ് ഉപയോഗിച്ച്. എന്തുകൊണ്ടാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ മെത്തേഡ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത്? കാരണം in orthonitrophenol there is intramolecular hydrogen bond, but in paranitrophenol there is intermolecular hydrogen bond. എന്താണ് ഇൻട്രാമോളിക്കുലാറും ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് വെച്ചാല് സെയിം മോളിക്യൂളിനുള്ളിൽ തന്നെയാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ. ബട്ട് ഇന്റർമോളിക്കുലാർ എന്ന് വെച്ചാൽ എന്താ? ഇന്റർ ഡിഫറെന്റ് മോളിക്യൂളുകളുടെ ഇടയിൽ ബിറ്റ്വീൻ ആണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഇല്ലേ? അപ്പൊ ഇത് ഒരേ മോളിക്യൂളിന്, ഒരു മോളിക്യൂളിനുള്ളിൽ തന്നെയാണ് ഹൈഡ്രജൻ ബോണ്ട്. ഇതെന്താണ്? ഡിഫറെന്റ് മോളിക്യൂളിന്റെ ഇടയിൽ അവർ തങ്ങളിലാണ് ഹൈഡ്രജൻ ബോണ്ട്. എങ്കിൽ ഓർത്തോ നൈട്രോഫിനോൾ ആണോ പാരാ നൈട്രോഫിനോൾ ആണോ വോളറ്റൈൽ ആയിട്ടുള്ളത്? വേഗം വേപ്പറാകുന്നത് ഏതായിരിക്കും? ഓർത്തോ നൈട്രോഫിനോൾ ആയിരിക്കും എന്ത്? വേഗം വേപ്പറാകുന്നത്, വോളറ്റൈൽ ആയിട്ടുള്ളത്. ഇല്ലേ? ഇതെന്ന് പറയുന്നത് ലെസ് വോളറ്റൈൽ ആയിരിക്കും. ലെസ് വോളറ്റൈൽ ആകാൻ കാരണം എന്താണ്? മോളിക്യൂളുകളുടെ ഇടയിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പം ഒന്ന് ലെസ് വോളറ്റൈൽ ആണ്, ഒന്നെന്ന് പറയുന്നത് നല്ലവണ്ണം എന്താണ്? വേഗം വേപ്പറാകുന്നത്, വോളറ്റൈൽ ആണ്. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ഉപയോഗിച്ചത് ഡയലൂട്ട് നൈട്രിക് ആസിഡ് ആണ്. നമ്മൾ ഇനി കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കാം. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് മറ്റൊന്നാണ്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് 2,4,6 ട്രൈനൈട്രോഫിനോൾ. 2,4,6 ട്രൈനൈട്രോഫിനോളിന്റെ മറ്റൊരു പേരാണ് പിക്രിക് ആസിഡ്. അപ്പൊ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്നത് 2,4,6 ട്രൈനൈട്രോഫിനോൾ ഓർ പിക്രിക് ആസിഡ് ആണ്. ഡയലൂട്ട് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? മിക്സ്ചർ ഓഫ് ഓർത്തോ നൈട്രോഫിനോൾ ആൻഡ് പാരാനൈട്രോഫിനോൾ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും മറ്റൊരു എക്സാമ്പിൾ ആണ് ഹാലജനേഷൻ. ഹാലജനേഷന് നമുക്ക് ഇവിടെ ബ്രോമിനേഷൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. When phenol is treated with bromine in carbon disulfide at 273 Kelvin at very low temperature, we get a mixture of orthobromophenol and parabromophenols. Orthobromophenol and parabromophenols. But when phenol is treated with the bromine water, we get 2,4,6 ട്രൈബ്രോമോഫിനോൾ. അപ്പൊ നമ്മള് റിയാക്ഷൻ കണ്ടീഷൻസ് ഡിഫറെന്റ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകളും ഡിഫറെന്റ് ആണ്. When phenol is treated with a bromine carbon disulfide at very low temperature, we get a mixture of
orthobromophenol and parabromophenols. But when phenol is treated with bromine water, we get 2,4,6 tribromophenol. Next reaction is Kolb's reaction. Kolb's reaction. When phenol is treated with sodium hydroxide, we get sodium phenoxide. This sodium phenoxide on reaction with carbon dioxide, we get sodium salt of salicylic acid. Sodium salt of salicylic acid. And on acidification, the sodium salt of salicylic acid is converted to salicylic acid. Salicylic acid is 2-hydroxybenzoic acid. Again, when phenol is treated with sodium hydroxide, we get sodium phenoxide. On treating this sodium phenoxide with carbon dioxide, we get sodium salt of salicylic acid. On acidification, it is converted to salicylic acid. Salicylic acid is 2-hydroxybenzoic acid. Then next reaction, Reamer-Tiemann reaction. Reamer-Tiemann reaction. When phenol is treated with chloroform in presence of aqueous sodium hydroxide, a CHO group is introduced at the benzene ring. When phenol is treated with chloroform in presence of aqueous sodium hydroxide, a CHO group is introduced at the benzene ring. That is, we get salicyl aldehyde. Phenol is converted to salicyl aldehyde. This reaction is known as Reamer-Tiemann reaction. Clear? Next reaction, reaction with zinc dust. When phenol is treated with zinc dust, we get benzene. Phenol is converted to benzene. Engane? Phenol is treated with a zinc dust. Then next reaction, oxidation of phenol. ഇവിടെ നമ്മൾ ഓക്സിഡേഷൻ ഉപയോഗിക്കുന്ന ഓക്സിഡൈസിങ് ഏജന്റ് ക്രോമിക് ആസിഡ് ആണ്. ക്രോമിക് ആസിഡ് ഈസ് എ മിക്സർ ഓഫ് sodium dichromate and sulfuric acid. We get a conjugated diketone known as benzoquinone. When phenol is oxidized using chromic acid, we get a conjugated diketone known as benzoquinone. ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം.